പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് കാൽനടയാത്രക്കാരനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ വാഹനം ഇതാണ്. അപകടത്തിൽ കാൽനടയാത്രക്കാരൻ 48 വയസ്സുള്ള സുനിൽ കുമാർ മരിച്ചു. ഒരാഴ്ചയോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ആണ് അടൂർ പോലീസ് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും വാഹനം പിടികൂടിയത്. അപകട സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ മെറ്റാലിക് പെയിന്റ് കഷ്ണമാണ് കേസിൽ നിർണായകമായത്. അപകടം നടന്ന സ്ഥലത്ത് CCTV ക്യാമറകളില്ലായിരുന്നു. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു. മെറ്റാലിക് പെയിന്റ് അടിച്ച 2 വാഹനങ്ങൾ അപകടം നടന്ന സമയം റോഡിലൂടെ കടന്നുപോയതായി കണ്ടെത്തി. 55ഓളം CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറിന്റെ ഒരു ഭാഗം മാത്രമേ CCTV ക്യാമറ ദൃശ്യത്തിൽ വ്യക്തമായിരുന്നുള്ളൂ. തിരുവല്ലയിലും പാലിയക്കര ടോൾ പ്ലാസയിലും ഗ്ലാസിൽ ലെഗസി എന്നെഴുതിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള വാഹനം എത്തിയതായി പോലീസ് കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 55ഓളം CCTV പരിശോധിക്കുകയും നമ്മൾ വിവിധ ജില്ലകളിലായിട്ട് ആദ്യം ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്നും പിന്നെ നേരെ അത് കഴിഞ്ഞ് തിരുവല്ല അങ്ങനെ ഓരോ ജില്ലകളിലെ CCTV നമ്മൾ കണക്ട് ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതും അതിൽ ഡ്രൈവറെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും. അങ്ങനെ നമുക്ക് യഥാർത്ഥ ആളെ ഇതിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവർ കൊട്ടാരക്കര ഏതൊരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പം അങ്ങനെ ഈ യാത്രയിൽ സംഭവിച്ചതാണെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. തിരിച്ച് അവർ ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടായി തിരിച്ച് വിട്ടുപോവുകയാണ് ചെയ്തത്. ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മൊഴി നൽകി. പുലർച്ചെ 1:30യോടെയാണ് അപകടം സംഭവിച്ചത്. വാഹനമിടിച്ചത് ഒരു മനുഷ്യനെയാണെന്ന് താൻ കരുതിയില്ലെന്നും ഏതോ മൃഗം വാഹനത്തിൽ തട്ടിയതായി തോന്നിയിരുന്നുവെന്നും അതാണ് നിർത്താതെ പോയതെന്നും ഡ്രൈവർ മൊഴി നൽകി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. CCTV കേന്ദ്രീകരിച്ച് ഒരാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വാഹനം പോലീസ് കണ്ടെത്തിയത്. അടൂർ DYSP G സന്തോഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.